അപ്പോൾ റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് വെച്ചാൽ ഇത് സിമ്പിളാണ്. അത് കുറച്ച് ഒരു 2 ഇക്വേഷൻ മാത്രമേ വരുന്നുള്ളൂ ടൈൽ ചെയ്യാൻ. അതായത് ഇക്വേഷൻ കാണുന്ന എല്ലാവർക്കും അറിയാൻ മതി. ഓൺലി 2 ഇക്വേഷൻസ്. അത് അവസാനത്തേക്കാണ്. പിന്നെ ഇത് പാർട്ട് നമ്മൾ ചെയ്യുന്നത് 3 പാർട്ടിലാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ക്യൂബ് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഹോൾസ് ഉള്ളത്, അപ്പോൾ ഇതിൽ കാണാൻ 4 ഹോൾ കാണാം, അതുകൊണ്ട് ഹോൾസ് ഉള്ളത് വാങ്ങുക. അപ്പോൾ നമുക്ക് തിരിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അല്ലാതെ ഈ ഹോൾസ് ഇല്ലാതെ മറ്റേ സൈസ് വാങ്ങുമ്പോൾ ഒന്നും കൂടെ തിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആക്കി തിരിക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവും. അപ്പോൾ വാങ്ങുന്ന പോലാണെങ്കിൽ ഈ ഹോൾസ് ഉള്ളത് വാങ്ങാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുക വെച്ചാൽ മഞ്ഞയാണ് സോൾവ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ മഞ്ഞ കളർ ഈ ലെയറാണ് ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഭാഗം ഫസ്റ്റ് സോൾവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു വീഡിയോ, പിന്നെ രണ്ടാമത്തെ ലെയർ, പിന്നെ ടോപ്പ് നോക്കുമ്പോൾ 2 വീഡിയോ, അങ്ങനെ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ യെല്ലോ അങ്ങനെ സോൾവ് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ യെല്ലോ ചെയ്യണമെങ്കിൽ ആദ്യം എന്ന് വെച്ചാൽ യെല്ലോയുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിക്കുക. ഇത് നേരെ ഓപ്പോസിറ്റ് പിടിക്കുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ വൈറ്റിൻ്റെ ഈ ഒരു പോയിൻ്റ്, ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഈ 4 ഇതിൽ യെല്ലോ കൊണ്ടുവെക്കണം. അവിടെ ഫില്ലാകുന്ന യെല്ലോകൾ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള ഈ 2 കളർ മാത്രം വരുന്നത്. ഇതിൽ 3 കളർ വരും, നടുവത്തെ 2 കളർ മാത്രമേ വരും. ഈ 2 കളർ യെല്ലോ വരുന്നതാണ് അവിടെ ഫില്ലാവുക. അതായത് 1, പിന്നെ 2, 3, ഇത് 4, 4 ഇത്, ഈ 4 എണ്ണം മാത്രമേ ഫില്ലാവും. 1, 2, 3, 4, ഈ 4 എണ്ണം അതവിടെ കൊണ്ടാക്കണം. ഇത് ചെയ്യാനാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ നാക്കുകളൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചൊക്കെ കുറേ ഫസ്റ്റ് തന്നെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഇത് നാളെ റെഡിയാക്കിയൊക്കെ. പിന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു നാക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കുറേ വട്ടം ചെയ്ത് കഴിയുമ്പോൾ ആ നാക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിവിടെ കൊണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് സിമ്പിളാണ്. അതായത് ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ, ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ എത്തും. അപ്പോൾ എനിക്ക് ഇവിടെ നേരെ പൊന്തിച്ചാൽ മതി. അപ്പം ഇവിടെ എത്തി. അപ്പം ഈ ഇവിടെ എത്തിക്കുന്നത് അത് നേരെ പൊന്തിച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ എത്തി. പിന്നെയുള്ള ഇതാണ്, ഇതുപോലെ സെയിം ഇങ്ങോട്ട് തിരിച്ചാൽ അവിടെ എത്തും. ഇനിയുള്ള വെച്ചാൽ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെ എത്തും. പക്ഷെ ഒന്നുകൂടി തിരിക്കുക, ഒന്ന് തിരിച്ചാൽ അവിടെ എത്തി. ഇത് നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ യെല്ലോ കൊണ്ടുവെക്കണം. ഓക്കെ, അതിപ്പോൾ ഏത് കളറായാലും നിങ്ങൾക്ക് ഈ നീലയാണ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടെ നീല കൊണ്ടുവെക്കണം. മനസ്സിലായോ? അപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇങ്ങനെ കൊണ്ടുവെക്കുക. ശേഷം ആ സ്റ്റെപ്പ് ഇങ്ങനെ 4 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ യെല്ലോനെ അടുപ്പിച്ച കളർ ഇതിൽ ഗ്രീൻ അല്ലേ, ഈ ഗ്രീൻ തന്നെ ഇവിടെ കൊണ്ടുവെക്കണം. സെൻറ്ററിലെ പോയിൻ്റ് ഗ്രീൻ കൊണ്ടുവെക്കണം. ഇവിടെ ഗ്രീൻ കൊണ്ടുവച്ച് എന്നിട്ട് ഈ യെല്ലോ നേരെ പറ്റേ ഈ യെല്ലോനെ എടുത്ത് കൊണ്ടുവെക്കണം. അതിനൊന്നും ചെയ്യാനില്ല, ഇതിങ്ങനെ വട്ടത്ത് കറക്കിയാൽ മതി. 2 വട്ടം, അതായത് ഇങ്ങനെയാണെങ്കിൽ 1, 2, അപ്പോൾ അത് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, സെയിം സ്റ്റെപ്പ് ഇവിടെ ഈ യെല്ലോൻ്റെ അടുത്ത് ബ്ലൂ ആണുള്ളത്, ബ്ലൂ കൊണ്ടുവെക്കണം. ഇവിടെ ബ്ലൂ കൊണ്ടുവച്ചു, ഒറ്റ തിരിക്കൽ 1, 2. അപ്പോൾ ഇതും ഓക്കെ. ഇനി ഇവിടെ റെഡ് ഉണ്ടാക്കണം. റെഡാണുള്ള യെല്ലോൻ്റെ അടുത്ത്, ആ റെഡ് കൊണ്ടുവെക്കുക. റെഡ് കൊണ്ടുവച്ചു സെയിം സ്റ്റെപ്പ് 2 വട്ടം തിരിക്കുക. അപ്പോൾ അതും അടുത്തുണ്ടാവും. ഇനി ഓറഞ്ച് സെയിം സ്റ്റെപ്പ് കണ്ടോ. അപ്പോൾ ഇത് ഫില്ലായി. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇത് 4 ഫില്ല് ചെയ്യണം. യെല്ലോ 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടിയാലേ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഒരു സൈഡിൽ യെല്ലോ വേണം, മറ്റേ സൈഡിൽ വേറെ കളറായിരിക്കും. അപ്പോൾ വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഇതും ഉണ്ടാവും. ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് വെച്ചാൽ ഈ യെല്ലോൻ്റെ ഇപ്പുറത്തെ കളറിൽ നോക്കുക. ഇനി യെല്ലോൻ്റെ ഇപ്പുറത്ത് റെഡല്ലുള്ള ഈ റെഡ്. അപ്പോൾ റെഡിൻ്റെ ഫേസ് കൊണ്ടുവരണം. റെഡിൻ്റെ ഫേസ് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഗ്രീനല്ലുള്ളത്, ഇത് ഇവിടെ റെഡിലെടുത്ത് വേണം. അപ്പോൾ തിരിക്കുക, റെഡ് കൊണ്ടുവെക്കുക. ഇപ്പോൾ റെഡ് കൊണ്ടുവച്ച് ഇപ്പോൾ സംഭവിച്ചാൽ ഇങ്ങനെ കിട്ടും. ഈ റെഡിൻ്റെ അടുത്ത് ഇവിടെ ക്രോസിൽ ഇങ്ങനെ വേണം റെഡ് ഇട്ടത്. അപ്പോൾ യെല്ലോ നോക്കുക. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു റൈറ്റ് ഹാൻഡ് മൂവും ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് മൂവും ലെഫ്റ്റ് ഹാൻഡ് മൂവും അത് നമ്മൾ രണ്ടും പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. അതിൻ്റെ റീസൺ അത് ചെയ്ത് കാണിച്ചാൽ റൈറ്റ് ഹാൻഡ് മൂവ് ലെഫ്റ്റ് ഹാൻഡ് മൂവ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കണം. ആദ്യം എങ്ങനെ ചെയ്യാമെന്നുള്ളൂ, അതിനെപ്പറ്റി മൊത്തം കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതാദ്യം നിങ്ങൾ കണ്ടുവരണം. അതിനൊരു വീഡിയോയുടെ ലിങ്ക് ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കണം. റൈറ്റ് ഹാൻഡ് മൂവ് ലെഫ്റ്റ് ഹാൻഡ് മൂവ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളാദ്യം പഠിച്ചു വരിക. അതിപ്പം തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക, അത് പോയി കണ്ട് കണ്ടുവരിക. അത് കണ്ടുവരാണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അടുത്ത സ്റ്റെപ്പ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പം കാണിച്ചത്. അപ്പോൾ കണ്ട് എല്ലാവരും പോയി വരാം കേട്ടോ. എന്നിട്ട് ബാക്കി നിങ്ങൾ കാണുക, ഇനി ഇങ്ങോട്ടുള്ള നിങ്ങൾ കാണുക. എന്നാലേ നിങ്ങൾക്കത് റെഡി ആകും. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട്
ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരാം. ഇത് ഇവിടെ അത്രയും സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും സ്പീഡിൽ അങ്ങ് ചെയ്ത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാം. മനസ്സിലായല്ലേ? ആ ലെഫ്റ്റ് ഹാൻഡ് മൂവും റൈറ്റ് ഹാൻഡ് മൂവും പഠിച്ചു കഴിഞ്ഞാലേ പെട്ടെന്ന് നടക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുവന്ന് വിചാരിക്കുന്നു. ഇനി കണ്ടുവന്നവർ കാണാം. ഇപ്പോൾ അപ്പോൾ ഞാൻ രണ്ടാമത് മാറ്റി ചെയ്തപ്പോൾ ആ യെല്ലോ ഗ്രീനിൽ എത്തിക്കേണ്ടതാണ്. അപ്പോൾ അത് ഗ്രീനിൻ്റെ ഫേസിൽ തന്നെ ഉള്ളത്, കുഴപ്പമില്ല. അപ്പോൾ ഗ്രീനിൻ്റെ ഫേസിലാണ് യെല്ലോ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ ഇങ്ങനെ പിടിച്ചല്ലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിലുള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡിലുള്ള റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യണം. ഈ യെല്ലോ റൈറ്റിലാണല്ലോ നമ്മളെ. ഇങ്ങനെ നോക്കുമ്പോൾ ഈ റൈറ്റിലാണ് യെല്ലോ ഉള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യണം. ഇത് യെല്ലോ ഉള്ളവ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെയാണ് യെല്ലോ എന്ന് നോക്കി എന്താക്കണം, ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാണ്. 1 2 3 4 സിമ്പിൾ. അപ്പോൾ ഇത് എടുത്തിട്ടോ. നെക്സ്റ്റ് ഇത് രണ്ടും ഇങ്ങനെ മുകളിലെത്തിക്കാൻ ഞാൻ പറഞ്ഞുതരാം. അതിനെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, താത്തൊരു വണ്ടി പോയതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഈ യെല്ലോ ഇവിടെ എത്തിക്കണം. ഇവിടെ എത്തിക്കുന്നത് ചെയ്യുക, വെറുതെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്തിട്ട് റൈറ്റ് ലൈൻ കൊണ്ട് റൈറ്റ് ഹാൻഡ് മൂവ് ചേർത്ത് ചെയ്യുക. 1 2 3 4 കണ്ടോ, ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ യെല്ലോ ആണ്, ഇതിനിപ്പുറത്ത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫേസ് കൊണ്ടാക്കണം. ഓറഞ്ചിൻ്റെ ഫേസ് ഇപ്പുറത്തുണ്ട്, നേരെ ഇപ്പുറത്ത് ആ കൊണ്ടുവച്ച് ഇതാ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്താൽ മാത്രം മതി. ഇവിടെ റൈറ്റ് ലൈൻ കൊണ്ട് 1 2 3 4. അപ്പോൾ അതും ഇവിടെ എത്തി. നെക്സ്റ്റ് ഇവിടെ രണ്ടാളുടെ ഉണ്ട്. രണ്ടാളും സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതിന് റൈറ്റ് ഹാൻഡ് മൂവ്, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ലെഫ്റ്റ് അല്ലല്ലേ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യാം. 1 2 3 4. ഇപ്പോൾ എന്തായി, നേരെ ഓപ്പോസിറ്റ് ടോപ്പിലെത്തി. കുഴപ്പമില്ല, ഒന്നുകൂടി ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്താൽ മതി. 2 3 4. ഇപ്പോൾ അത് ഇവിടെ എത്തി. സെയിം ഒന്നുകൂടി ചെയ്യാം, ഇവിടെ എത്തുന്നവരെ ചെയ്യാം. 1 2 3 4. ഇപ്പോൾ അത് അവിടെ എത്തി. നീലൻ്റെ ഫേസിൽ തന്നെയാണുള്ളതും, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ഒന്നുകൂടി ചെയ്യാം. 1 2 3 4. അത് ഫിനിഷായി. ഇനി ഇത് ഒറ്റൊന്നുകൂടിയേ ഉള്ളൂ. ഇതും സെയിം റൈറ്റ് ഹാൻഡ് മൂവ്, റൈറ്റ് ലൈൻ കൊണ്ട് റൈറ്റ് ഹാൻഡ് മൂവ് വെറുതെ ചെയ്യാം. 1 2 3 4. ഇപ്പോൾ ഇതാ ഇവിടെ എത്തി കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്, ബ്ലൂ ലൈൻ കൊണ്ട് സെയിം റൈറ്റും ആണ്, റൈറ്റ് ഹാൻഡ് മൂവ് ചെയ്യാം. 1 2 3 4. ഇപ്പോൾ എന്തായി, ഈ ഒരു ലെയർ മൊത്തം കംപ്ലീറ്റ് ആയി. അടിയത്തെ ബേസ് കംപ്ലീറ്റ് ആയി. ഇനി ഒന്നാമത്തെ ലെയറും കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ ചെയ്ത് റെഡി ആണോ എന്ന് അറിയാൻ ഒറ്റ കാര്യം ചെയ്യാനുള്ളതാണ്. ഇങ്ങനെ കിട്ടും. അതായത് ഈ ഒരു ഇതൊന്നും ഇത് 3 ശരിയാവും. ഫസ്റ്റത്തെ ലെയറും ഇതൊന്നും ഈ 3 ശരി, ഇത് 3 ശരി, ഇത് ഫുള്ള് ശരിയാണോ, ഈ ഒരു ടീ പോലെ എല്ലാം ശരിയാണോ, അതായത് ഇതൊന്നും ഈ ലെയറും അതെല്ലാം ശരിയാണോ, ഒരു കോണാവണം. എന്നാൽ മാത്രം നിങ്ങൾ ചെയ്ത് റെഡി ആവുന്നുള്ളൂ. അല്ലാത്ത പക്ഷവും ഇത് റെഡിയാവും, പക്ഷേ ഇവിടെയൊക്കെ മിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ വന്നാൽ ശരിയല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം, മാറ്റി ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാനുള്ള വെച്ചാൽ രണ്ടാമത്തെ ലെയർ നമുക്ക് ഇനി ഞാനൊരു പാർട്ട് 2 ചെയ്തുതരാം. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ചെയ്ത് പഠിക്കുകയല്ലോ.